ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല സുഖമായിട്ട് സേഫായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നത്. പിന്നെ ചിലപ്പോൾ എൻ്റെ സംസാരത്തിലും സൗണ്ടിലൊക്കെ ചെറിയൊരു ചേഞ്ച് തോന്നും കേട്ടോ. ഒന്നുമല്ല, പല്ലിന് ചെറുതായിട്ടൊരു പണി കിട്ടിയിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസാരമൊക്കെ ഇങ്ങനെ എന്താ പറയുക ചേഞ്ച് ആയ പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഹാപ്പി വ്ളോഗായിട്ടാണ് കേട്ടോ. കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ കുറച്ചായിട്ട് കാത്തിരിക്കുന്നൊരു ദിവസമായിട്ടൊന്ന് നമ്മ സൗദിയിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. തലേന്ന് തന്നെ പോകാനുള്ളതെല്ലാം പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെയാണ് ഉമ്മൻ്റെ ഫ്ലൈറ്റ് ഉള്ളത്. അതായത് രാവിലെ ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേനും ഉമ്മ ഇവിടെ നാട്ടിൽ ലാൻഡ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ അത് കണക്കാക്കിയിട്ട് എയർപോർട്ടിലേക്ക് ഇറങ്ങിക്കുന്നത്. അനീസ്ക്കൊക്കെ ഉറക്കത്തിൻ്റെ ആ ഒരു ചടവിലാണ് കേട്ടോ. മുഖമൊക്കെ ഇങ്ങനെ കുളിച്ച് മാറ്റിയൊക്കെയാണ് പോണത്. പക്ഷേ എന്താ പറയുക, അനീസ്ക കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് എണീക്കൽ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ ഇതാ എയർപോർട്ടിൽ എത്താൻ അയക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് വായ തുറന്ന് സംസാരിക്കാനേ വയ്യ. പക്ഷേ ഇപ്പം കുറേ ആയുള്ള വീഡിയോ ഇട്ടിട്ട് ഞാനിങ്ങനെ ഓരോ കാരണം പറഞ്ഞിട്ട് എഡിറ്റിങ് ഇങ്ങനെ മാറ്റി വെക്കുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് തന്നെ ഒരു ചടപ്പായി. കാരണം നമ്മളെ പണികൾ തീർക്കാതെ ഇങ്ങനെ ലാഗടിച്ച് മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാനിപ്പം വയ്യാന്നുണ്ടെങ്കിലും എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾ എയർപോർട്ടിൽ എത്തുന്ന ആ ടൈമിൽ തന്നെ അമ്മ ലാൻഡ് ചെയ്തിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു കേട്ടോ. പിന്നെ ഇനി ലഗേജ് കിട്ടാനൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേനി. അപ്പോൾ അവിടുന്ന് ഒരു ഫാമിലീനെ പരിചയപ്പെട്ടു കേട്ടോ. ഒരു നമ്മളെ വീഡിയോസൊക്കെ കാണലുണ്ടെന്ന് പറഞ്ഞ് ഒരേറ്റ് നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. 2 പെൺകുട്ടികളുള്ളൊരു ഫാമിലിയാണ് കേട്ടോ. നല്ല രസേനി ഓരോ കൂടെ. മോൻക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇവൻക്ക് ഇങ്ങനെ ഓൻ്റെ കൂടെ എപ്പോഴും കുറേ ആൾക്കാർ വേണം കേട്ടോ. അങ്ങനെ ആൾക്കാർ കൂടുതലുള്ള സ്ഥലത്തൊക്കെ പോകാൻ നല്ല ഇഷ്ടമാണ്. അത് ഒരു കണക്കിന് നല്ല കാര്യമാണ്. കാരണം കുട്ടി എല്ലാവരുമായിട്ട് നല്ലോണം മിങ്കിളാവും, സോഷ്യലി നല്ല ആക്റ്റീവാവും. പക്ഷേ വേറൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ അത് കേടുവാണ് കേട്ടോ. കാരണം ഇപ്പം നമ്മൾ പലതും കേൾക്കണല്ലേ, കുട്ടികളങ്ങനെ പിടിച്ചുകൊണ്ടോ അങ്ങനെയൊക്കെയുള്ള കേൾക്കണല്ലേ, അങ്ങനെയൊക്കെ. പിന്നെ ഉമ്മ എത്തി. അപ്പോൾ ഉമ്മ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ലഗേജ് ഇട്ടാനും ഒക്കെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിനി. പിന്നെ ഉമ്മ വന്ന പാടെ തന്നെ നോയിനാണ് ഇട്ട് കൊടുത്തത്. ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അന്നേ വിളിക്കുമ്പോൾ ഇങ്ങനെ പറയും നോയിനെ മിസ്സാവുന്നുണ്ടെന്ന്. പിന്നെ അതാ ഇനി ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോവാണ്. ഉമ്മ ഇപ്പം മൊത്തത്തിൽ 2 മാസമാണ് കേട്ടോ അവിടെ അപ്പൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടായത്. അതിൻ്റെ മുന്നേ ഇന്നാക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. പിന്നെ ഇനി ഉമ്മ തിരിച്ചു പോവും. അപ്പോൾ ഇതാ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലേനു. അപ്പോൾ പോണ വഴിക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. കാരണം നമ്മളെ വീട്ടിൽ ആരുമില്ലല്ലോ, ഫുഡൊന്നും ഉണ്ടാക്കിയതുമില്ല. അപ്പോൾ ഇതാ പോണ വഴിക്കൊരു റെസ്റ്റോറൻറ്റ് കയറി, ചേളാരി ഭാഗത്തുനിന്ന്. അങ്ങനെ അവിടുന്ന് നല്ല വെള്ളപ്പവും പിന്നെ മീൻ കറിയും മുട്ട റോസ്റ്റും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടേനി. നോയിന് ആദ്യം അമ്മനെ കണ്ടപ്പോൾ ഒരു അന്താളിപ്പുണ്ടേനി കേട്ടോ. പിന്നെ ഓന് നല്ല കമ്പനിയായി. ഉമ്മൻ്റെ കൂടെ തന്നെയായിരുന്നു. ഉമ്മനെ ഇനി ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇവിടുത്തെ ഈ മുട്ട റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടേനി. ഞാനതും വെള്ളപ്പേനോട്ട് കഴിച്ചേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഉമ്മൻ്റെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് വലിയമ്മനൊക്കെ കണ്ടിട്ട് പിന്നെ തിരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് വന്ന്. അങ്ങനെ ഇവിടെ അമ്മ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുറത്തൊക്കെ പോയി വന്നതല്ലേ, അപ്പോൾ ഞാൻ ഫേസ് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ആ ഫേസിൽ നല്ലപോലെ ഓയിലുണ്ട് കേട്ടോ. ഇങ്ങനെ ടിഷ്യൂ വെച്ചിട്ട് ഡാബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ഓയിൽ കാണാം. അപ്പോൾ ഞാൻ അതിന് ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ മാമാത്തിൻ്റെ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മുൾട്ടാനി മിട്ടി ഫേസ് വാഷാണ്. പിന്നെ ഇത് മുൾട്ടാനി മിട്ടിൻ്റെ ഒരു ഫേസ് മാസ്കും കൂടെ ഉണ്ട്. അപ്പോൾ ഞാനിത് രണ്ടും ഇപ്പം ഇടയ്ക്കിടയ്ക്കായിട്ട് യൂസ് ചെയ്യലുണ്ട് കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഫേസ് വാഷ് ഇട്ടിട്ട് മുഖം കഴുകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഈ ഫേസ് വാഷിൽ മെയിനായിട്ട് വന്നിട്ടുള്ളത് മുൾട്ടാനി മിട്ടിയും പിന്നെ ബൾഗേറിയൻ റോസുമാണ്. അപ്പോൾ ഈ മുൾട്ടാനി മിട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫേസിൽ എക്സസ് ആയിട്ട് വരുന്ന ഓയിലൊക്കെ അത് അബ്സോർബ് ചെയ്തെടുക്കും. പിന്നെ ആക്നെ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് സേഫായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. കാരണം അതിനൊക്കെ ഇതൊരു സൊല്യൂഷനാണ്. പിന്നെ ബൾഗേറിയൻ റോസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫേസിൽ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്കിൻ ഇങ്ങനെ ഡ്രൈ ആയി പോകുന്നൊരവസ്ഥ ഉണ്ടല്ലോ, അതിൽ നിന്നും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നല്ല പോലെ ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകിയിട്ട് ഫേസ് ഇത് അങ്ങനെ ഒപ്പിയെടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷമാണ് ഫേസ് മാസ്ക് ഇട്ട് കൊടുക്കാൻ പോണത്. ഇപ്പം തന്നെ ഫേസിൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഗ്ലോ വന്ന പോലെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതാ ഈ ഫേസ് മാസ്ക് നമുക്ക് ഒരു വീക്ക്ലി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫേസ് വാഷ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. അതിലങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസോ പാരബൻസോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും അടങ്ങിയിട്ടില്ല കേട്ടോ. സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരു വീക്ക്ലി വൺസ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇത് നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്കിത് കഴുകി കളയാം.
അപ്പോൾ ഈ 2 പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേന് കേട്ടോ. പിന്നെ എൻ്റെ കോഡ് ഉണ്ട്, അത് യൂസ് ആക്കുകയാണെങ്കിൽ 20% ഓഫ് കിട്ടും. മാമാഅർത്തിൻ്റെ സൈറ്റിലും ആപ്പിലും ആണ് ഈ ഓഫ് ഉണ്ടാവുക. പിന്നെ മാമാഅർത്തിൻ്റെ പ്ലാൻ ഗുഡ്നസ് ഇനീഷ്യേറ്റീവിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവർ നട്ടിട്ടുള്ള ഒരു ചെടിയായിട്ട് ലിങ്ക് ചെയ്യും. അങ്ങനെ 2025 ആകുമ്പോഴത്തേനും 1 മില്യൺ ട്രീസ് നടാനുള്ളൊരു ഇനീഷ്യേറ്റീവാണ്. പിന്നെ മാമാഅർത്തിൻ്റെ പ്രൊഡക്ട്സ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും ഒക്കെ അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഇപ്പം നമ്മൾ നിയർ ബൈ സ്റ്റോഴ്സിലും കിട്ടാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അനിയന്മാരാരും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെയാണ് കേട്ടോ പെട്ടി പൊട്ടിക്കണേ. അനീസ്ക പോയിട്ടുണ്ട് ഇനി ഷോപ്പിൽ ആളില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ പെട്ടിയിൽ അങ്ങനെ കാര്യമായിട്ട് സംഭവങ്ങളൊന്നുമില്ല. നമ്മ ഇങ്ങനെ 2 മാസം കൂടുമ്പോൾ വരുന്നതല്ലേ, അപ്പം അധികമൊന്നും അങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരില്ല. പിന്നെ എല്ലാതും ഇപ്പം നമുക്ക് ഇവിടെ തന്നെ കിട്ടും. അപ്പോൾ കുറച്ച് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫെയറി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ വിരിപ്പൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം എനിക്കവിടെ ഷീനിന്ന് വന്നതാണ് കേട്ടോ. ഷീനിൻ്റെ കൊളാബ് ഞാൻ അവിടുന്ന് ചെയ്തിട്ടുണ്ട് ഇനി. അപ്പോൾ അവിടുന്ന് വന്നിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഇപ്പം ഇനി അവിടെ വെക്കാൻ സ്ഥലമില്ല, ഇവിടെ വീട്ടിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കൊടുത്തു വിട്ടതാട്ടോ. സത്യത്തിൽ ഞാനിതൊക്കെ അവിടെ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതേനു. പക്ഷേ ഇനി എന്താ പറയുക, നമുക്ക് നാട്ടിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൽ നമുക്ക് ഇങ്ങനെ പൾസസും ഒക്കെ ഇട്ട് വെക്കാൻ പറ്റും. ഇപ്പം ചെറുപയർ, കടല അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റും. അതിൽ ഇവർ ആൽമണ്ട്സും ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ട് കൊടുത്തയച്ചിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കട്ടിംഗ് ബോർഡിൻ്റെ സെറ്റ് ഉണ്ട്. ഞാനിതെല്ലാം ഇൻസ്റ്റയിൽ റീലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചത് എന്തൊക്കെയാണെന്നുള്ളത്. ഇതിൽ ഫുള്ള് ഉമ്മൻ്റെ ക്ലോത്ത്സും പിന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ടൂൾസും സ്വിച്ചസ്, ബൾബ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ കൊടുത്തയച്ചത്. ഇത് എല്ലാ പ്രാവശ്യവും ഉണ്ടാവും. ഇപ്പം ഇങ്ങനെ അവിടുത്തെ നല്ല ക്വാളിറ്റിയാന്ന് പറഞ്ഞിട്ട് അതിങ്ങോട്ടേക്ക് വാങ്ങിക്കൊടുത്തേക്കും കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായ കുറച്ച് പാത്രങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ വരുന്ന സമയത്ത് പെട്ടി ഫുള്ളേനി. അപ്പം ഇപ്രാവശ്യം ഇങ്ങനെ കൊടുത്തു വിട്ടതാണ്. പിന്നെ ഈ ഒരു വിരിപ്പും അതേപോലെ തന്നെ കേട്ടോ, ഷീനിൽ നിന്ന് വാങ്ങിച്ചതേനു. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഇനി ഇതിലുണ്ടായത്. പിന്നെ ഷീനിൻ്റെ ഒരു പിങ്ക് എന്തോ സംഭവം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുറേ ഈ നെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിനി. അങ്ങനെ അതൊക്കെ ഞാനൊന്നിങ്ങനെ തുറന്നു നോക്കാം കേട്ടോ. ഇതൊക്കെ ഷീനിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഷീനിൻ്റെ കൊളാബ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധനം ഇങ്ങോട്ട് എത്തൂലല്ലോ. അങ്ങനെ ഫുള്ളെടുത്ത് ഞാനിങ്ങനെ പുറത്തേക്ക് വാരിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം ഞാൻ തന്നെ ഉള്ളിലേക്ക് വെക്കണം. പിന്നെ അപ്പുറത്ത് നോഹുണ്ട്, ഓനക്കിങ്ങനെ സാധനം വാരിയിടുന്നുണ്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അങ്ങനെ ഓനും കൂടിയിട്ട് എല്ലാം കൂടെ ആക്കുന്നുണ്ട്. ഇത് പിന്നെ ഫേസ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റോളറാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വെറുതെ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ്. പിന്നെ എനിക്ക് കാര്യമായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റിക്ക്. നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ട്രൈപ്പോഡായിട്ടും മോണോപോഡായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അത് ഇവിടെ കിട്ടില്ല, നമ്മളെ നാട്ടിൽ കിട്ടില്ല. അവിടെ പുറത്താണത് ഡെലിവറി ഉള്ളത്. ഇവിടെ ഉണ്ടേനു, പക്ഷേ പിന്നെ അത് എന്താ അറിയില്ല, അവിടെ ഡെലിവറി നിർത്തി. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് 2-3 കൊല്ലമായിട്ട് അത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായത്. അത് പൊട്ടിയപ്പോൾ ഞാൻ പുതിയത് കൊണ്ടുവരാൻ പറഞ്ഞതാണ്. അങ്ങനെ പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒക്കെ തിരിച്ച് അങ്ങോട്ട് തന്നെ വെക്കണം കേട്ടോ. പിന്നെ അമ്മയ്ക്ക് മെയിനായിട്ട് കൊണ്ടുവന്നത് ഇതാണ് അൽബേക്ക് എത്ര കഴിച്ചാലും പൂതിയിടില്ല. അങ്ങനെ ഞാനിങ്ങനെ വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മനോട് അൽബേക്ക് കൊണ്ടുവരണമെന്ന്. പിന്നെ അനീസ്ക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അൽബേക്ക്. അപ്പോൾ ഇപ്പോൾ വരുന്ന സമയത്തൊക്കെ നമ്മളവിടെ റിയാദിൽ ഉള്ള ഒരു ബ്രാൻഡിൻ്റെ അത് പറയലുണ്ടായിരുന്നു. പ്രാവശ്യം പിന്നെ മക്കത്തു നിന്ന് വരുന്നതുകൊണ്ട് അൽബേക്ക് കിട്ടുമല്ലോ, അങ്ങനെ ഇതാണ് പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ ഇനി ഇതെല്ലാം ഞാൻ ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എയർ ഫ്രയറിലിട്ടിട്ടാണ് കേട്ടോ ചൂടാക്കണത്. എയർ ഫ്രയർ ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്, ഇങ്ങനെ ചിക്കൻ പൊരിക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്. അല്ലാതെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ യൂസ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗിവ് അവേ ഉണ്ടായിരുന്നു നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ. അങ്ങനെ ഒരു വിന്നർക്ക് ഈ ഒരു എയർ ഫ്രയർ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാതും ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ചൂടാക്കിട്ടോ. പക്ഷേ കുബൂസൊന്നും ഇതിലിട്ട് ചൂടാക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നുണ്ട്, കാരണം അത് ഭയങ്കര ഹാർഡായിട്ട് പോയി. പിന്നെ ഞാൻ ഇരുന്ന് കഴിക്കാട്ടോ, ഭയങ്കര സമാധാനത്തിൽ കുറേ ഇരുന്ന് കഴിച്ച്. അങ്ങനെ പിന്നെ അഗാരോൻ്റെ പേഴ്സണൽ ബ്ലെൻഡർ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കുകയാണ്. ഇങ്ങോട്ടേക്കാണ് അധികം കൊറിയർ വരാറുള്ളത്. അപ്പോൾ ഇവിടെ വന്നാൽ എനിക്കിങ്ങനെ കുറേ അൺബോക്സ് ചെയ്യാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ 2-3 ജാറാണ് വരുന്നത്. ഒരു ചെറിയ ജാറ് ഗ്രൈൻഡിങ്ങിന് വേണ്ടിയിട്ടും മറ്റേ 2 വലിയ ജാറുകൾ ബ്ലെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതേപോലത്തെ ഒരു സിപ്പി കപ്പിൻ്റെ ആ ഒരു ക്യാപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ 2 എക്സ്ട്രാ ക്യാപ്പുകളുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്നതാണ്. ഇതുപോലത്തെ ഒരു ബുള്ളറ്റ് ബ്ലെൻഡറാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി സംഭവമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതാകുമ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനും ഒക്കെ ഭയങ്കര എന്താ പറയുക, ഈസി ആയിട്ട് ക്യാരി ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു
ഓരോ 3 ജാറാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ 2 ബ്ലേഡ്സും ഉണ്ട്. അപ്പോൾ ഗ്രൈൻഡ് ചെയ്യുന്നതിലിട്ടിട്ട് ഞാൻ വെളുത്തുള്ളിയും പിന്നെ അതിൽ കുരുമുളകൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ഗ്രൈൻഡായി കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇത് ഞാൻ അവക്കാഡോൻ്റെ ജ്യൂസ് അടിച്ചതിന് കേട്ടോ, അതും പെട്ടെന്ന് തന്നെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഈ ജ്യൂസ് അടിച്ചിട്ട് നമുക്കത് അപ്പം തന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ബ്ലേഡ് മാറ്റിയിട്ട് പകരം ഈ സിപ്പി കപ്പിൻ്റെ ഇതുണ്ടല്ലോ അത് വെച്ച് കൊടുത്താൽ മതി. എന്നാൽ പിന്നെ നല്ലൊരു ജാറായിട്ട് ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റും, കാറിലൊക്കെ പോകുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അന്ന് ഞാൻ ബാക്കി വീഡിയോ എടുത്തിട്ടില്ലേനു, കാരണം മറന്നുപോയി ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ളത്. പിന്നെ അത് അടുത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അമ്മ കുത്തപ്പം ഉണ്ടാക്കുന്നുണ്ട്. കുത്തപ്പം ഓട്ടട എന്നൊക്കെ പറയണേ. ഇതിൻ്റെ റെസിപ്പി കുറേ പേരായിട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇൻഷാ അല്ലാ കാണിച്ചു തരുന്നുണ്ട്, എപ്പോഴും കാണിക്കണം എന്ന് വിചാരിക്കും. പിന്നെ അമ്മ അല്ലേ ഇതിൻ്റെ മാവൊക്കെ ഉണ്ടാക്കല്ലേ, അങ്ങനെ വിട്ടുപോകുന്നതാണ്. അതിലേക്ക് പിന്നെ മുട്ടക്കറിയാണ് കേട്ടോ ഉള്ളത്. നോയിന് മുട്ടക്കറിയാണ് ഇഷ്ടം, അപ്പോൾ അങ്ങനെ ആക്കിയതാണ്. ഇഷ്ടം വിചാരിച്ച് നമ്മൾ ഉണ്ടാക്കും, പക്ഷേ ഓനങ്ങനെ വല്ലാതെ കഴിക്കലൊന്നുമില്ല. ഇടയ്ക്കൊരു മൂഡാണ്, അപ്പം ഒരു പത്തിരിയൊക്കെ കഴിക്കും കേട്ടോ. അതായത് കുത്തപ്പം ഹാഫൊക്കെ കഴിക്കുള്ളൂ, ചിലപ്പോൾ തീരെ വായൽക്കും വെക്കൂല. ഇന്നിപ്പം തീരെ മൂടില്ലാത്തൊരു ദിവസേനി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം ഞാൻ ഇവനക്കൊരു കാർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വന്നിട്ടുണ്ട്. കാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറി ഇരുന്നിട്ട് റൈഡ് ഓൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിച്ചതേനി. ഇവനക്ക് നമ്മളിങ്ങനെ പുറത്ത് കൊണ്ടുപോയിട്ട് ഓടിക്കുമ്പോൾ അത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പം ഇലക്ട്രിക്കിനൊക്കെ നല്ല വില ഉണ്ട്, ഒരു 6000 മേലുണ്ട്. കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഇതേപോലെ ഇലക്ട്രിക്കിൻ്റെത് കിട്ടുന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനപ്പം ഇങ്ങനത്തെ ഈ ഒരു നമ്മൾ പുഷ് ചെയ്ത് കൊടുത്തിട്ട് ഓടിക്കുന്ന ടൈപ്പേനു വാങ്ങിച്ചത്. പക്ഷേ ഇത് എനിക്ക് വലുതാണ്, കാലെത്തണില്ല. ഇങ്ങനെ എന്താ പറയുക, ഒരുക്കന്നെ ചവിട്ടി പോകാൻ അതിന് ആയിട്ടില്ല. അപ്പം ഞാനിനി അതെന്താ ചെയ്യേണ്ടത്, റിട്ടേൺ അടിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കേനി കേട്ടോ. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ ഈ ഗ്രീൻ പീസിൻ്റെ മസാല ഉണ്ടല്ലോ അതുണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇതിൻ്റെ റെസിപ്പി ഞാൻ റീലായിട്ട് നമ്മുടെ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ ഇപ്പം എന്താണെന്നറിയില്ല, പണ്ടത്തെ പോലെ വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് കിട്ടണില്ല. അതായത് ഒരു ഫ്ലോ ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മളിങ്ങനെ ഒരു ഫുൾ ഡേ ഒക്കെ എടുക്കുന്ന സമയത്ത് ആ ഒരു ഫ്ലോ അങ്ങോട്ട് മിസ്സായി പോവുക. ചിലപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും, പിന്നോട്ട് വിട്ടുപോകും. അങ്ങനെ ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഞാൻ ബാക്ക് ഓൺ ട്രാക്ക് ആവാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ പറ്റണില്ല. അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോൻ്റെ കൺസിസ്റ്റൻസി കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. പിന്നെ കുറേയൊക്കെ ഞാൻ മോൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കും, കാരണം ഞാൻ വിചാരിക്കുക എന്താ വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും കിട്ടും. ഓരോ ഈ ഒരു പ്രായം വിട്ടു പോകുമല്ലോ എന്നുള്ള ആ ഒരു ഉള്ളിലൊരു എന്താ പറയുക, മോം ഗിൽറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതും ഉണ്ട്. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല, ആകെ മൊത്തം ഒരു കഥയാണ് ഇപ്പോൾ. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും താഴെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങളെ കമൻസൊക്കെ കാണുമ്പം കുറച്ചും കൂടി ഒരു മോട്ടിവേഷൻ കിട്ടും ഇനിയും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിപ്പം റീലൊക്കെ ആയിട്ട് ചെയ്യലുണ്ട്, അത് കുറച്ച് സമയം മതിയല്ലോ. ഇങ്ങനെ വ്ളോഗ് ചെയ്യാനാണ് ഇപ്പോൾ ഒരു മടി പിടിച്ച പോലെ. പക്ഷെ ഇൻഷാ അല്ലാ ഞാൻ പണ്ടത്തെ പോലെ തന്നെ വീണ്ടും റെഡി ആയിട്ട് വരും. അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ വിശേഷം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ജസ്റ്റ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്